പ്രൈസ് ലോർഡ് നാമത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചന അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഷെയർ ചെയ്യുവാൻ, ഹല്ലേലൂയ സ്തോത്രം നന്മ ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നന്മ ചെയ്യാൻ മറക്കരുത്, പങ്കുവെച്ചു കൊടുക്കുവാനും മറക്കരുത്. ഇത്രയാകുന്നല്ലയോ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നത്. സ്തോത്രം നമ്മളെങ്ങാണ്ടാവും വിധം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ദൈവസ്നേഹം എന്ന് പറയുന്നത് തന്നെ ഹല്ലേലൂയ ക്ഷമിക്കുവാനും സഹിക്കുവാനും മറ്റുള്ളവരെ ഹല്ലേലൂയ സഹായിക്കുവാനും ദൈവാത്മാവ് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം പ്രേരിപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് ഹല്ലേലൂയ നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാപത്തിന് പകരമായി യേശു കാൽവരിയിൽ മരിക്കുവാൻ ഇടയായിത്തീർന്നത്. പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ പുത്രനെ നമ്മൾക്ക് വേണ്ടി തരുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് സഹജീവികളോട് ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുകളോട് നമുക്ക് സ്നേഹമുണ്ടാകും. മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. നമുക്കുള്ളതിൽ നിന്ന് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരു ഭാരവുമില്ലാതെ സന്തോഷത്തോടെ ചെയ്യുവാൻ നമുക്ക് ദൈവത്തിന് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ നമുക്ക് ദൈവം തരും. ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവരോട് 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അതായത് 2 ഹല്ലേലൂയ സാധനം നമുക്കുണ്ട്. ഹല്ലേലൂയ എന്നാൽ അതില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് അവന് കൊടുത്ത് സഹായിക്കുവാനുള്ള നല്ല മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരോട് സ്നേഹമുണ്ടാകും. ഹല്ലേലൂയ ദൈവവചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല നിനക്കുള്ള ഒരു ഉടുപ്പെടുത്ത് മറ്റെടുത്ത് കൊടുക്കുവാൻ നമ്മൾ എപ്പോഴും വിവേചിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സഹായം എപ്പോഴും നേടണം. ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന വ്യക്തി ഹല്ലേലൂയ യഥാർത്ഥമായി ഹല്ലേലൂയ സ്തോത്രം കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കുവാൻ ഉള്ള ഒരു വിവേചന ശക്തി നമുക്ക് ആവശ്യമാണ്. സ്തോത്രം പലപ്പോഴും ദൈവമക്കൾ ഹല്ലേലൂയ സ്തോത്രം ദൈവ മനുഷ്യരെ സഹായിക്കുന്നവർ പലപ്പോഴും സഹായം മുഖാന്തരം വളരെ ഭാരത്തിലൂടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ എന്ന ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കും നിനക്ക് 2 ഉണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുക്കണം. സ്തോത്രം നിന്റെ ഒന്നെടുത്ത് കൊടുക്കുവാൻ വചനം പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം 1 തിമോത്തി 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നന്മ ചെയ്യാനും സൽപ്രവർത്തികളിൽ സമ്പന്നരാകാനും ഉദാമനസ്കരായിരിക്കാനും പങ്കുവയ്ക്കുവാനും ഹല്ലേലൂയ തയ്യാറാകണം. സ്തോത്രം ഹല്ലേലൂയ നന്മ ചെയ്യണം, സൽപ്രവർത്തികളിൽ നമ്മൾ സമ്പന്നരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം അതിനകത്തൊരു കുറവുണ്ടാകരുത്. ഹല്ലേലൂയ അതേസമയം ഉദാര മനസ്കരായിരിക്കണം. ഹല്ലേലൂയ പങ്കുവയ്ക്കുവാനുള്ള നല്ലൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ദൈവസ്നേഹം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായും പങ്കുവയ്ക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കത്തില്ല. സ്തോത്രം അതിൽ നാം സമ്പന്നരായിരിക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.